കണ്ണൂർ കേരളത്തിലെന്നും രാഷ്ട്രീയത്തിൻ്റെ ഗതി തീരുമാനിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു ജില്ല, മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയായി കണ്ണൂർ. 2021 11 നിയോജക മണ്ഡലങ്ങളിൽ 9 എണ്ണവും ഇടതോരം ചേർന്ന് നിന്നു, 2 എണ്ണം വലതോരം ചേർന്നു. അത് പേരാവൂരും ഇരിക്കൂറും. ഇരിക്കൂറ് സജീവ് ജോസഫും പേരാവൂര് സണ്ണി ജോസഫും. ഇത് രണ്ടുമാണ് നിലവിലെ സിറ്റിംഗ് മണ്ഡലങ്ങൾ. 2026 വരുമ്പോൾ ശക്തമായ പോരാട്ടമാണ് കണ്ണൂർ ജില്ലയിൽ നടന്നതെന്നും തളിപ്പറമ്പും കണ്ണൂരുമൊക്കെ പേരാവൂരുമൊക്കെ കൂടി ടൈറ്റ് ഫൈറ്റ് പറയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇടതോരമോ വലതോരമോ ആർക്കാണ് ശക്തമായ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് മെയ് 4 രാഷ്ട്രീയ കേരളം അടുത്തു വരുമ്പോൾ കൃത്യമായ ചർച്ചകളിലാണ് രാഷ്ട്രീയ കേരളം, മുഖ്യധാരാ മാധ്യമങ്ങൾ, സൈബർ ഇടങ്ങൾ, കേരളത്തിൻ്റെ പൊതുബോധം. 2026 കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നടന്നത് ഒരു ടൈറ്റ് ഫൈറ്റോ? ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അതൊരു ടൈറ്റ് ഫൈറ്റ് ആണെന്ന്. കാരണം KS സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഉണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിനുണ്ടായ സ്വരച്ചേർച്ചകൾ, ഇത് മുഴുവനും ആ മണ്ഡലത്തിൽ ശക്തമായ രീതിയിൽ ഇടതിൻ്റെ വോട്ടുകൾ കൂട്ടും. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൃത്യമായ ഭൂരിപക്ഷത്തോടെ കടന്നു വരുമെന്ന് തന്നെയാണ് നിലവിലെല്ലാവരും വിശ്വസിക്കുന്നത്. അഴീക്കോട് KP സുമേഷ് CPIM സ്ഥാനാർത്ഥി കൃത്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ മുന്നോട്ട് പോകും. 16ാം നിയമസഭയുടെ പടവുകൾ കയറുമെന്നു തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കൂത്തുപറമ്പ് നിന്ന് PK പ്രവീൺ കുമാർ RJDയുടെ, ധർമ്മടത്തു നിന്ന് പിണറായി വിജയൻ. ധർമ്മടത്ത് പിണറായി വിജയന്റെ ഭൂരിപക്ഷം എത്രമാത്രം ഉയരുമോ, എത്രമാത്രം ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വരുമോ എന്നുള്ളതെല്ലാം ചർച്ചയിലുണ്ട്. കേരളത്തിൽ CPM-ന് ഒരു പിണറായി മുഖം മാത്രമായി പോകുന്നു എന്ന് വലത് സൈബറിടങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ കൂടി ഒരു ഇമ്പാക്റ്റ് ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷത്തിൽ ഒന്ന് തട്ടുകേടുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും കൃത്യമായ നിലപാടുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ ധർമ്മടത്ത് പിണറായി ഭൂരിപക്ഷം കൂട്ടിവെക്കുമെന്നു തന്നെയാണ് കാണുന്നത്. മട്ടന്നൂര് 60,963 വോട്ടിന്റെ 2021 15ാം നിയമസഭ കിടുങ്ങിയ ഭൂരിപക്ഷം മട്ടന്നൂര് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്ക് അന്ന് കൊടുത്തത്. KK ശൈലജയുടെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ VK സനോജ് CPM സ്ഥാനാർത്ഥിയായി വരുന്നു. ഇടതുകോട്ട ഉരുക്കുകോട്ട പോലെ അവിടെ തുടരുമെന്നു തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് കാരായി രാജൻ CPM-ന്റെ. അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂര്, അഴീക്കോട്, കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി 5 മണ്ഡലങ്ങൾ, നമ്മൾ പറഞ്ഞ 5 മണ്ഡലങ്ങളും ഇടതോരം ചേർന്ന് ഉരുക്കുകോട്ടകളായി നിൽക്കുന്നു എന്നുള്ളതാണ്. ടൈറ്റ് ഫൈറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ, വലത് സൈബറിടങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ആദ്യ മണ്ഡലം പേരാവൂർ. പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം എത്രയാ? സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് 5000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ മാത്രം നിയമസഭയിൽ MLA ആയി KPCC അധ്യക്ഷനായി തുടരുന്ന സണ്ണി ജോസഫ് കൃത്യമായി KS ഇമ്പാക്റ്റ് പേരാവൂരിലേക്ക് കൂടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയി ശക്തമായ രീതിയിൽ സ്നേഹബന്ധം പുലർത്തി ഒരു ചിരിയും മുഖത്ത് തേച്ച് സണ്ണി ജോസഫ് K സുധാകരന്റെ മുമ്പിൽ നിന്നൊരു പ്രസ് മീറ്റ് നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളോ സ്വരച്ചേർച്ചയോ ഒഴിവാകുന്നില്ലല്ലോ. കൃത്യമായി KS ഫാക്ടർ പേരാവൂരും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയ ബോധ്യമുള്ളവർ ചിന്തിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു വളരെ ബ്രിം ലെവലിൽ ജയിച്ചു കയറിയ സണ്ണി ജോസഫ് ഇത്തവണ KK ശൈലജ എന്ന അതികായകയോട് 100% പരാജയപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 60,963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച KK ശൈലജ പേരാവൂര് വരുമ്പോൾ പാർട്ടി പറഞ്ഞൊരു നിലപാടുണ്ട്. ഇത് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഫൈറ്റാണ്. KK ശൈലജ എന്ന സഖാവിന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് പേരാവൂരെന്ന KPCCയുടെ അധ്യക്ഷനെ ആ നാട്ടിൽ തറപറ്റിക്കലാണ് എന്ന്. കൃത്യമായ പണിയാണ് ടീച്ചർ അവിടെ എടുത്തിട്ടുള്ളത്. സൈബർ കൃത്യമായിട്ടുള്ള പാർട്ടി വോട്ടുകൾ പെട്ടിയിൽ വീഴാനും ശൈലജ ടീച്ചറിന്റെ ഒരു പ്രഭാവം കൂടി ചേരുമ്പോൾ 5000 വോട്ടിന് മുകളിൽ പേരാവൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിച്ച് ജയിക്കും. മെയ് 4 കേരള രാഷ്ട്രീയത്തിൽ അതികായനായ
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരാജയ വാർത്ത ഉണ്ടാകുമെന്ന് തന്നെ ആളുകൾ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു ടൈറ്റ് ഫൈറ്റ് പറയുന്ന മണ്ഡലമാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമള ടീച്ചറും അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാസ്റ്ററും മത്സരിക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ നിബിഡമായ ഒരു മണ്ഡലം. അവിടെ എന്തുകൊണ്ട് PK ശ്യാമള ടീച്ചർ മത്സരിച്ച് ജയിക്കും എന്ന് ഉള്ളതിനുള്ളൊരു ഒന്നാമത്തെ കാരണം, TK ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ നിലപാട് പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. രണ്ട്, അദ്ദേഹം വെച്ച് പുലർത്തുന്ന അധികാരമോഹം. ഒരു പാർട്ടി കേഡർ സംവിധാനത്തിൽ നിന്ന ഒരു നേതാവ് എത്രമാത്രം അധപ്പതിച്ചു പോകാമോ അതുകൊണ്ട് തന്നെ ഒരൊറ്റ വോട്ട് പോലും പാർട്ടിയിൽ നിന്ന് വിട്ട് വലതോരം ചേരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായി തളിപ്പറമ്പ് മാറുന്നതും അതുകൊണ്ട് തന്നെ. ഒരു സംശയവും വേണ്ട, തളിപ്പറമ്പ് നിന്ന് 10,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഒരു സ്വീപ്പായിരിക്കും PK ശ്യാമള ടീച്ചർ അവിടെ നിന്ന് നേടാൻ പോകുന്നത്. പയ്യന്നൂരിൽ TI മധുസൂദനൻ നിലവിൽ സിറ്റിംഗ് MLA കൂടിയാണ്. 49,780 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് TI മധുസൂദനൻ നിലവിൽ 15ാം നിയമസഭയിൽ ഉള്ളത്. അദ്ദേഹം വി കുഞ്ഞികൃഷ്ണൻ എന്ന് UDF സപ്പോർട്ടോടുകൂടി പാർട്ടി വിട്ട TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ എടുത്ത അതേ സ്റ്റാൻഡ് എടുത്ത് പോയിട്ടുള്ള ഒരാളാണ് വി കുഞ്ഞികൃഷ്ണനും. അദ്ദേഹത്തിനും കൃത്യമായിട്ട്, അതായത് എന്താണോ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ തളിപ്പറമ്പിൽ നടക്കുന്ന ഒരു ഫാക്ടർ, ആ പൊളിറ്റിക്കൽ ഫാക്ടർ തന്നെ പയ്യന്നൂരും സംഭവിക്കും. 49,000 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം, ഒരു ചില്ലി വോട്ട് പോലും കുറയാതെ, ഒരു തരി വോട്ട് പോലും കുറയാതെ തളിപ്പറമ്പിൽ നിന്നും TK ഗോവിന്ദൻ മാസ്റ്റർ തോൽക്കുന്നത് പോലെ പയ്യന്നൂരും വി കുഞ്ഞികൃഷ്ണൻ തോൽക്കും. അവിടെ TI മധുസൂദനൻ തുടരും എന്നുള്ള വാർത്തയാണ് നമുക്ക് വരുന്നത്. കല്യാശ്ശേരിയിൽ വി വിജിൻ M വിജിൻ CPM-ന്റെ സ്ഥാനാർത്ഥി കല്യാശ്ശേരിയിൽ നിന്നും കടന്നു കയറും. ഇത്തവണ UDF നിലനിർത്തുന്ന കണ്ണൂരിലെ ഒരേ ഒരു മണ്ഡലമായി ഇരിക്കൂർ സജീവ് ജോസഫ്, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിയായാൽ ഭരണം കിട്ടുമായിരുന്നെങ്കിൽ അവിടെ 6 മാസത്തിനുള്ളിൽ KCയുടെ വിശ്വസ്തനായ സജീവ് ജോസഫ് ഇരിക്കൂരിൽ നിന്ന് രാജിവെച്ച് അവിടെ KC വേണുഗോപാൽ മത്സരിക്കും, മുഖ്യമന്ത്രിയായി യോഗ്യത നേടും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. അത് കൃത്യമായി അവിടെ സജീവ് ജോസഫ് 10,010 വോട്ടിന് കേരള കോൺഗ്രസ് മാണിയുടെ സജി കുറ്റിയാനിമറ്റത്തെ 2021 തോൽപ്പിച്ചതാണ്. സജീവ് ജോസഫ് ഇരിക്കൂരിൽ നിന്നും ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂരും അഴീക്കോടും കൂത്തുപറമ്പും പേരാവൂരും തളിപ്പറമ്പും ധർമ്മടവും മട്ടന്നൂരും പയ്യന്നൂരും തലശ്ശേരിയും കല്യാശ്ശേരിയും കൃത്യം 10 മണ്ഡലങ്ങൾ, വിട്ടുപോയ പേരാവൂര് കൂടി ചേർത്ത് പിടിച്ച് 10 മണ്ഡലങ്ങൾ LDF കയ്യിൽ വെക്കുന്നു. ഇരിക്കൂർ എന്ന ഒരേ ഒരു മണ്ഡലം മാത്രം വലതോരം ചേരുന്നു. 10-1 കണ്ണൂരിലെ മെയ് 4 വിധി.